എനിക്ക് ഏറ്റവും ആദ്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിന്റെ കളികളും ചിരികളും ഇടികളും ഒക്കെയാണ്. സാധാരണ ഒരു വളർന്നു വരുന്നത് 83 ഞാൻ ജനിച്ചത്. 83 എന്നൊക്കെ പറയുമ്പോൾ ഒരു 86 മുതലൊക്കെ ഞാൻ പടങ്ങളിൽ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അന്ന് തിയേറ്ററിൽ പോയിട്ടാണ് പടം കാണുന്നത്, വേറെ എവിടെയൊന്നുമില്ല. അപ്പം അച്ഛനും അമ്മയുടെയും കൂടെ പോകുന്ന സമയത്ത് ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ പടം കാണുമ്പോൾ വേറെ എവിടേക്കും ശ്രദ്ധിക്കേണ്ടി വരാറില്ല. അതിൽ കാണുന്ന ഏറ്റവും പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ആ എനർജിയിലാണ്. അദ്ദേഹം കാണിക്കുന്നത് പെട്ടെന്ന് കുട്ടികളെ അട്രാക്ട് ചെയ്യിപ്പിക്കുമല്ലോ, അയാളുടെ തലകുത്തി മറിച്ചിലും. അല്ലാതെ ആ കുറുമ്പ് എന്ന് പറയുന്നത് കുട്ടികളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അല്ലാതെ ഒതുങ്ങി നിന്ന് ഭയങ്കര പക്വതയോടുകൂടി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലല്ലോ പുള്ളിയുടെ. നമുക്ക് ആ സമയത്ത് ഭയങ്കര പക്വതപരമായിട്ടുള്ള ഒരു കുടുംബനാഥന്റെ ക്യാരക്ടറും പിതാവിന്റെ ക്യാരക്ടറും ഒക്കെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും അട്രാക്റ്റഡ് ആയത്. അത് ക്രമേണ വളർന്ന് ഇപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സോട് കൂടിയിട്ട് അത് മമ്മൂക്കായിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങും. നമ്മുടെ വളരുന്നതിനനുസരിച്ച് മമ്മൂക്കായിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ കിങ്, അമരം പോലെയുള്ള പടങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് അതിന് ചുറ്റും നിൽക്കുന്ന ആക്ടേഴ്സിനൊന്നും നമ്മൾ ആക്ടേഴ്സായിട്ട് കാണാറേ ഇല്ല. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ആളുകളായിട്ടാണ്. പക്ഷേ ഒരു ലീഡ് ചെയ്യുന്ന നായകനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത്. പിന്നീട് വേറൊരു ഭാഷയിലെ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കമൽഹാസൻ്റെ ക്യാരക്ടേഴ്സുകളാണ്. എല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ 2 പേരായിട്ട് അഭിനയിക്കുന്നു കുള്ളനായിട്ട്. ഇത് രണ്ടും ഒരാളാണോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അച്ഛനമ്മയുടെ അടുത്ത്. അത് നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നും അതിശയിച്ചിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ആൾക്കാർ കാണുന്നത്. അന്ന് ടെക്നിക്കലായിട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ മമ്മൂക്കയുടെ അയ്യർ ദി ഗ്രേറ്റ് എന്നുള്ള പടം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയാണ് ചെയ്തെടുത്ത് ഈ പടം എന്നുള്ളത് ടെക്നിക്കലായിട്ട് അറിയില്ലെങ്കിലും വളരെ പ്രത്യേകതയുള്ള ഒരു ചിത്രമായിട്ട് ഞാൻ കണ്ണുമിഴിച്ച് കണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സിനിമയിൽ അഭിനയിക്കണം, ഇതേപോലെ പെർഫോം ചെയ്യണം എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ.